അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്ക്കെതിരെ ഇടത് കോൺഗ്രസ് മുന്നണികളും ഒരു വിഭാഗം മാധ്യമങ്ങളും നടത്തിയത് ആസൂത്രിത രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് സന്യാസി വിഭാഗം. അയോധ്യ ക്ഷേത്രത്തിനും ചമ്പത് റായ്ക്കുമെതിരെ ഉയർത്തിയ വ്യാജ ആരോപണങ്ങളിൽ രാജ്യത്തെ സന്യാസി പുരോഹിത ഹിന്ദു സംഘടനാ നേതൃത്വം രംഗത്തെത്തി. വ്യാജ ആരോപണങ്ങൾ അഴിച്ചുവിട്ട് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് ഹിന്ദു കേസരി ശ്രീനിവാസൻ തമ്പുരാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ ആവശ്യം ഉന്നയിച്ചു. വാർത്തയിലേക്ക്. രാമക്ഷേത്ര നിർമ്മാണത്തിലും സനാതനധർമ്മ സംരക്ഷണത്തിലും മുൻപന്തിയിൽ നിന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാനുള്ള കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും നീക്കങ്ങൾക്കാണ് ഇപ്പോൾ കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നത്. ആദർശധീരനായ ചമ്പത് റായിയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചവർ യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടത് രാമക്ഷേത്രത്തിന്റെ അന്തസ്സിനെയും കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെയുമാണെന്ന് ഹിന്ദു കേസരി ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ വ്യക്തമാക്കി. സനാതനധർമ്മത്തിന്റെ തന്നെ നെടുന്തൂണായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അയോധ്യയിലെ ശ്രീമാൻ ചമ്പത് റായ്ജിയെ കുറ്റവിമുക്തനായിരിക്കുകയാണ് UP-യിലെ SIT. അദ്ദേഹത്തെ കള്ളനെന്ന് ചാപ്പകുത്തിയ ഒരു കാലം കടന്നുപോയിരിക്കുന്നു. ഇന്ന് അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. അന്വേഷണ റിപ്പോർട്ടുകളിൽ ചമ്പത് റായി നിരപരാധിയാണെന്ന് വ്യക്തമായതോടെ രാമക്ഷേത്ര നിർമ്മാണത്തെയും സനാതന സംസ്കാരത്തെയും തകർക്കാൻ വ്യാജവാർത്തകൾ ചമച്ച മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും വിശ്വാസി സമൂഹത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ധർമ്മസ്ഥാപനത്തിനായി ജീവിതം സമർപ്പിച്ച വ്യക്തിത്വങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായി അധിക്ഷേപിച്ചവർ പരസ്യമായി മാപ്പ് പറയണമെന്ന് ശ്രീനിവാസൻ തമ്പുരാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ സനാതനധർമ്മത്തെ ഒന്നടങ്കം കളങ്കപ്പെടുത്തുവാൻ അധിക്ഷേപിക്കുവാൻ തയ്യാറായവരെല്ലാം തന്നെ മാപ്പ് പറയേണ്ട ഒരു കാലമായിരിക്കുകയാണിത്. നിങ്ങൾ മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ഈ ഭാരതത്തിലെ സന്യാസി സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വരും, പ്രതികരിക്കും. ഞങ്ങൾ സനാതന വിരുദ്ധ നീക്കത്തിൽ പ്രതിഷേധിച്ച് രാജ്യത്തുടനീളമുള്ള സന്യാസി ശ്രേഷ്ഠരും സ്വാമിമാരും തെരുവിലിറങ്ങി ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. രാമരാജ്യ സങ്കല്പത്തിനും ദേശീയതയ്ക്കുമെതിരെ നിലകൊള്ളുന്ന ശക്തികളെ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. ജനം, ഡൽഹി.